തിയറി എക്സാം കഴിഞ്ഞാലുള്ള അടുത്ത ആചാരമാണല്ലോ പ്രാക്ടിക്കൽ എക്സാം. പ്രാക്ടിക്കൽ എക്സാമിന് മുന്നേ സൈൻ എല്ലാം വാങ്ങി വെക്കണമല്ലോ റെക്കോർഡിൽ. അതെന്ന് പറയുന്ന ഒരു വൻപം പരിപാടിയാണ്. അങ്ങനെ അതാ റെക്കോർഡിലൊപ്പെല്ലാം വാങ്ങിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴും നമ്മുടെ ബാക്കി കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും സ്നേഹശ്രീ കുട്ടി പറഞ്ഞാൽ അവരറിയാത്ത പോലെ നിൽക്കുക, എങ്കിലൊന്ന് വീഡിയോ എടുത്തോളാം. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. അങ്ങനെ റെക്കോർഡിലൊക്കെ സൈൻ വാങ്ങിയ ക്ഷീണത്തിൽ നമ്മളെല്ലാവരും നേരെ ഇനി AGB പോവാണ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വർഷ നമ്മളോട് പറഞ്ഞാൽ അവൾ നമുക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു തരാമെന്ന്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ പിന്നെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ അവളെയും കൊണ്ട് നേരെ വന്ന സൂപ്പർ മാർക്കറ്റിലാണ്. അങ്ങനെ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം നമ്മൾ വാരി പറക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. കൂടുതൽ നമ്മൾ വാങ്ങിച്ചത് മാഗി, ഇപ്പി, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഓരോരുത്തർ ഓരോ സൈഡിലായിട്ട് പോയേക്കോ. എന്തൊക്കെ പറക്കണമെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. വർഷയാണെങ്കിൽ നമ്മളെല്ലാം തുറച്ചു നോക്കുമോ, മതി മതി മതിന്ന് എവിടെ കേൾക്കാൻ. അങ്ങനെ ഏതാണ്ടൊക്കെ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം നമ്മൾ വാരി പറക്കിയിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ നേരെ ബില്ലടിക്കാൻ പോയേ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഗൗരി ആ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ വെറുതെ എക്സ്പ്ലോർ ചെയ്യുവാണ്. അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതായിരുന്നു എൻ്റെ അവളുടെയും പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പോകുന്നത് ഉടുപ്പിയിലോട്ടാണ്. പുറത്തിറങ്ങിയിട്ട് ഒന്നും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ നേരെ കരുതി എങ്കിൽ പോരോ മസാല ദോശയും കോഫിയൊക്കെ കുടിച്ചാലോ എന്ന്. സത്യത്തിൽ സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞത് ആ വടയാണ്. എനിക്കാണെങ്കിൽ ഉടുപ്പിയിലെ വടയും ചട്നിയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല മൊരിഞ്ഞ വടയാണ്. അങ്ങനെ വട കഴിച്ചിട്ട് പിന്നെ നമ്മൾ ആ മസാല ദോശയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മസാല ദോശയും കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ മസാല ദോശയും കോഫിയും എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വയറൊക്കെ നിറഞ്ഞ് പിന്നെ നമ്മൾ വേഗം കഴിക്കുമായിരുന്നു. അങ്ങോട്ട് പതുക്കെ ആസ്വദിച്ച് കഴിക്കാനുള്ള നേരമൊന്നും നമുക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേഗം ഇവിടുന്ന് നമ്മുടെ ഹോസ്റ്റലിൽ എത്തണം. അങ്ങനെ ഇന്നത്തെ പരിപാടിയും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ പോവുകയാണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.